മൈ ഡിയർ ഫ്രണ്ട്സ്, ഫിലോസഫി മോട്ടിവേറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 1000 തവണ നമ്മൾ ചിന്തിക്കുക. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പുറകോട്ട് നോക്കരുത്. എന്ത് തടസ്സങ്ങൾ എതിരെ വന്നാലും നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവരുമായി സ്വയം താരതമ്യപ്പെടുത്താതിരിക്കുക. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയം ആർക്കും സംഭവിക്കാം. ശക്തന് മാത്രമേ പരാജയം നേരിടാൻ കഴിയുകയുള്ളൂ. ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാവുക. യുദ്ധം ചെയ്യാൻ തയ്യാറാകാത്തവർ ജീവിക്കാൻ അർഹതയില്ലാതെയായിത്തീരും. യുവത്വം കാത്തു സൂക്ഷിക്കുന്നവർക്കുള്ളതാണ് ഭാവി. വിജയിച്ചവരോട് ആരും സത്യം ചോദിക്കുകയില്ല. എന്നാൽ അത് അവർ മറ്റുള്ളവരോട് പറയുകയല്ലാതെ ആരും അറിയാനും പോകുന്നില്ല. അത്യാവശ്യമുള്ളത് ഓർത്തു വെക്കുകയും അനാവശ്യമായ കാര്യങ്ങൾ മറന്നു കളയുന്നതുമാണ് നമ്മുടെ ഏറ്റവും നല്ല തിരിച്ചറിവ്. നമ്മൾ എന്ത് ചിന്തിക്കുകയും എന്താഗ്രഹിക്കുകയും ചെയ്യുന്നു, അതാണ് നമ്മുടെ സ്വഭാവം. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഒരു കാര്യത്തിലും പ്രതികരിക്കരുത്. സന്തോഷത്തിലായിരിക്കുമ്പോൾ ആർക്കും വാഗ്ദാനം നൽകരുത്. ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു തീരുമാനങ്ങളും നിങ്ങൾ എടുക്കരുത്. ഇന്ന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്താണ് ദുഃഖിക്കുന്നത്, അതെല്ലാം നാളെ നിങ്ങളെ ശക്തരാക്കി മാറ്റും. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. കഴിഞ്ഞുപോയ കാലത്തെ ഓർത്ത് ദുഃഖിക്കരുത്. ഭാവിയെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കാണരുത്. ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കുക. ബാക്കിയെല്ലാം നമ്മളെ തേടിയെത്തിയിരിക്കും. യഥാർത്ഥ സമ്പന്നത കൈ നിറയെ പണമുള്ളതല്ല, മനസ്സ് നിറയെ സമാധാനമുള്ളതാണ്. ഉള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനുണ്ടാകും. ഇല്ലാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടെന്ന്. ജീവിതത്തിൽ സംഭവിച്ച ഒന്നിനെയും ഓർത്ത് ദുഃഖിക്കരുത്. അത് മാറ്റാനോ മറക്കാനോ കഴിയുകയില്ല. അതൊരു പാഠമാക്കി തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അതാണ് നാളത്തെ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും. വിഡ്ഢികൾ അത് ഏറ്റെടുക്കും. മൂഢന്മാർ അത് പ്രചരിപ്പിക്കും. ഒരു വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ മാത്രമാണ്. നമുക്ക് ഏറ്റവും അറിയാവുന്നവരിൽ പോലും നമ്മൾ അറിയാത്ത ഒരു മുഖം അവരിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. നിനക്ക് വേണ്ടി സൃഷ്ടിച്ചത് ഒന്നും നിനക്ക് നഷ്ടമാവില്ല. നഷ്ടമായതൊന്നും നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. ദുഃഖം നിന്നിലാണ്. ദുഃഖകാരണവും നിന്നിലാണ്. ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെയാണുള്ളത്.